എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വീണ്ടും കുറേ അടിപൊളി കളക്ഷൻസായിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലാൽജിവാലയുടെ രാഹുലിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ. രണ്ടും വൈറ്റ് ഗോൾഡിൽ വന്ന മെറ്റീരിയൽസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 143 പ്ലസ് GST ആണ്. ഹോൾസെയിൽ വിലയാണ് പറഞ്ഞത്. അപ്പോൾ GST ഉൾപ്പെടെ ഏകദേശം ഒരു 150 രൂപയുടെ അടുത്തേക്ക് റേറ്റ് വരും. മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസാണ് കേട്ടോ. നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത്. ആ സമയത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാം. സൺഡേയ്സ് നമ്മൾ വർക്കിംഗ് അല്ല. അപ്പോൾ അത് പ്രത്യേകം വീണ്ടും പറയുകയാണ്. നമ്മുടെ ഒരുപാട് പേര് ചോദിക്കേണ്ടായിരുന്നു സൺഡേയ്സ് വർക്കിംഗ് ആണെന്ന് വീണ്ടും ചോദിക്കേണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത് സൺഡേയ്സ് വർക്കിംഗ് അല്ല. പിന്നെ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ഇതെല്ലാം 290 കട്ടിൽ വന്ന ഐറ്റംസാണ്. 3 മീറ്ററിന് യൂഷ്വലി പറഞ്ഞു പോകുന്ന ഐറ്റംസാണ്. രാഹുലും ലാൽജിവാലയാണ് നിലവിൽ നമുക്ക് സ്റ്റോക്കിലുള്ളത്. പിന്നെ അജറക്ക് സ്റ്റോക്കിലുണ്ട്, 320 സ്റ്റോക്കിലുണ്ട്. എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ വാട്സാപ്പിൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഇന്ന മെറ്റീരിയൽ വേണം, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഡിസൈൻസ് ഒന്ന് അയച്ചിരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഫോട്ടോസ് കിട്ടും. ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക. റീറ്റെയിലായിട്ടും ഈ മെറ്റീരിയൽ അവൈലബിൾ ആണ്. റീറ്റെയിൽ റേറ്റ് വരുന്നത് 220 രൂപയാണ്. അതായത് ഒരു പീസായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതിൻ്റെ ഷിപ്പിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. അതായത് 10 പീസിൻ്റെ താഴത്തേക്കുള്ളെല്ലാം റീറ്റെയിൽ ഓർഡേഴ്സ് ആയിരിക്കും. അപ്പോൾ റീറ്റെയിലായിട്ട് വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. റീറ്റെയിൽ ഹോൾസെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിൽ ചെയ്യുന്നത് ഒരാളും ഹോൾസെയിൽ ചെയ്യുന്നത് വേറൊരാളാണ്. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലബ്ബാവും. അപ്പം ഹോൾസെയിൽ നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് റീറ്റെയിലായിട്ട് വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. മെറ്റീരിയൽ എങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഹോൾസെയിലായിട്ട് വേണ്ടെങ്കിൽ ഹോൾസെയിൽ നമ്പറിൽ നിങ്ങൾക്ക് ഇന്ന മെറ്റീരിയൽ വേണം എന്ന് പറയുക. അത് ചോദിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഫോട്ടോസ് കിട്ടും. കാറ്റലോഗ് നമ്മൾ ചെയ്യുന്നില്ല. ഡിസൈൻസ് സ്റ്റോക്കിലുള്ളത് അയച്ചു തരുള്ളൂ. ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു മണിക്കൂറിനകം തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യണം. ഇപ്പോൾ സീസണും കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മണിക്കൂറൊന്നും ആവാൻ നോക്കി നിൽക്കരുത്. അല്ലെങ്കിൽ ഒരാൾക്കത് ചോദിച്ചിട്ടോ കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കസ്റ്റമറിൻ്റെ എന്നുള്ള ഓർഡർ അനുസരിച്ചുള്ളത് അങ്ങനെ ഓർഡർ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റിനകം ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർഡർ റിട്ടേൺ ഏത് ഡിസൈനോ ഇഷ്ടപ്പെട്ട ആ ഡിസൈൻ റിട്ടേൺ അയച്ചു കൊടുക്കുക. എത്ര പീസ് വേണമെന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഡ്രസ്സ് വിത്ത് പിൻകോഡ് അയച്ചു കൊടുക്കുക. 10 പീസ് ഇന്ത്യ പോസ്റ്റിൽ അയക്കുമ്പോൾ നമുക്ക് 140 രൂപ റേറ്റ് വരും. അത് നേരെ കൊറിയറിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് 100 രൂപയാണ് റേറ്റ് വരുള്ളൂ. 25 പീസ് കൊറിയറിൽ അയക്കുമ്പം 175 രൂപയും 40 പീസിൻ്റെ മുകളിലേക്ക് പാഴ്സലിൽ അയക്കുമ്പം അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ 160 രൂപ മുതൽ 190 രൂപ വരെയൊക്കെയാണ് കേരളത്തിൻ്റെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ആവുന്നത്. തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിൽ അത് ചെറിയൊരു ചാർജായിട്ടോ വരുള്ളൂ. അപ്പോൾ ഈ 3 ഓപ്ഷനിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്തതിന് ശേഷം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു സെയിൽ ഓർഡർ കിട്ടും. സെയിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഓർഡറിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ അവൈലബിൾ അല്ല. പിന്നെ ഒന്നില്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ, ഇത് രണ്ടുമാണ് അവൈലബിൾ ഉള്ളത്. നിങ്ങൾ ഇവിടുന്ന് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് മെറ്റീരിയൽ ഡിസ്പാച്ച് ചെയ്യുന്നത്. ഐറ്റം ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിനുള്ളിൽ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം കിട്ടാറുണ്ട്. അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ 2 ദിവസം അതിനുള്ളിലെല്ലാം ഡെലിവറി ആവാറുണ്ട്. പാഴ്സൽ സർവീസ് ആണെങ്കിൽ മാക്സിമം 3 വർക്കിംഗ് ഡേയ്സാണ് അവർ പറയുന്നത്. അതിനുള്ളിൽ കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഡെലിവറി കൊടുക്കും. ഇന്ത്യ പോസ്റ്റ് ആണെങ്കിലും 2-3 ദിവസത്തിനുള്ളിൽ കിട്ടും. അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ ഇന്ത്യ പോസ്റ്റ് നെക്സ്റ്റ് ഡേനൊക്കെ ഡെലിവറി ചെയ്യാറുണ്ട് കേട്ടോ. ഞങ്ങളിവിടുന്ന് എപ്പോഴും റെക്കമെൻഡ് ചെയ്യണത് നിങ്ങൾ ഏറ്റവും കുറഞ്ഞതൊരു 40 പീസെങ്കിലും എടുക്കണം എന്നുള്ളതാണ്. അത് പാഴ്സലിൽ അയക്കുമ്പോഴാണ് കോസ്റ്റ് കുറവ്. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അതും പറ്റില്ല എങ്കിൽ എപ്പോഴും 25 പീസ് ഇൻ കൊറിയറിൽ എടുക്കുക. അതായിരിക്കും എപ്പോഴും ബെറ്റർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ 10 പീസ് നമ്മൾ ഇന്ത്യ പോസ്റ്റിലേക്ക് 140 രൂപ എന്ന് പറയുമ്പോൾ ഒരു പീസിന് നമുക്ക് 14 രൂപയുടെ അടുത്ത് എക്സ്പെൻസ് വന്നു. മറിച്ച് അത് 25 പീസ് നമ്മൾ കൊറിയറിൽ അയക്കുക എന്നുള്ളത് വരുമ്പോൾ അത് നമുക്ക് ഭയങ്കര നേരെ കട്ട് ഡൗൺ ആണ്. അതിൻ്റെ കോസ്റ്റ് നേരെ പകുതിയിലേക്ക് വരുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. പിന്നെ ഈ റേറ്റുകളെല്ലാം ഇൻസൈഡ് കേരള റേറ്റുകളാണ്. കേരളത്തിൻ്റെ അകത്ത് അയക്കാനുള്ള റേറ്റുകളാണ്. ഇന്ത്യ പോസ്റ്റിൻ്റെ റേറ്റ് മാത്രമാണ് ഓൾ ഇന്ത്യ ലെവലിൽ ആപ്ലിക്കബിൾ ഉള്ളൂ. ബാക്കി എല്ലാ റേറ്റും കേരളത്തിൻ്റെ അകത്ത് ചെയ്യുന്ന റേറ്റിൻ്റെ ഇതൊക്കെയാണ്. അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്തേക്കുക. എന്നുവെച്ചാൽ ഔട്ട് സൈഡ് ചെയ്യുമ്പോൾ കൊറിയറിന് ചാർജ് കൂടുതലാണ്, പാഴ്സൽ സർവീസിനും ചെറിയൊരു ചാർജ് കൂടുതലാണ്. പക്ഷേ ഒരുപാട് പീസ് എടുക്കാൻ പറ്റും, എണ്ണം കൂടുതൽ എടുക്കാൻ പറ്റും നമുക്ക് അതിനകത്ത്. മെറ്റീരിയൽ സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാം. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞങ്ങളതെല്ലാം ക്ലിയർ ചെയ്ത് തന്നെ ട്രൈ ചെയ്യാം. കുറച്ച് ആളുകൾ, അതായത് ഇപ്പോൾ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 5 പേര് ചോദിക്കാറുണ്ട് പ്രിൻ്റ് അല്ലാത്ത മെറ്റീരിയൽ എന്താണ് കൊണ്ടുവരാത്തത്, ഞങ്ങളുടെ അടുത്ത് അതാണ് ചോദിക്കുന്നു, കസ്റ്റമറിന് അതാണ് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞുകൊണ്ട്. പക്ഷേ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂവിങ്ങുള്ള ഐറ്റം ഈ പ്രിൻ്റഡ് ടൈപ്പാണ്. ആർക്കും മറ്റേ സാധാരണ പ്രൊഫഷൻ പ്രിൻ്റ് ഐറ്റംസ് ഇല്ല. എന്നുവെച്ചാൽ കാണാൻ ഏറ്റവും ഭംഗിയുള്ളതും വളരെ ഇംഗ്ലീഷ് ആർട്ടിലൊക്കെയുള്ള നല്ല കളേഴ്സൊക്കെ വന്നതും ഇതിനകത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പ്രിൻ്റഡ് ടൈപ്പ് തന്നെ കൊണ്ടുവരുന്നത്. പ്രൊഫഷൻ പ്രിൻ്റ് ചിലപ്പോഴൊക്കെ മിക്സ് മാച്ചൊക്കെ നല്ല ഡിസൈൻസ് കിട്ടുമ്പോൾ നമ്മളത് ചെയ്യാറുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിലൊക്കെ ഇഷ്ടംപോലെ മിക്സ് മാച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഐറ്റംസ് തന്നെയാണ് കസ്റ്റമേഴ്സും ആവശ്യപ്പെടുന്നത്. പ്രിൻ്റഡിൽ നല്ല നല്ല മോഡൽസ് വരുമ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞ സമയം കൊണ്ടാണ് തീരുന്നത്. നമുക്ക് ഒരു ഡിസൈനിൽ മാക്സിമം നമ്മൾ 60 പീസ് വരെയാണ് എടുക്കാറുള്ളത്. അതേ കൂടുതൽ നമ്മൾ എടുക്കാറില്ല.
ഇപ്പോൾ ഒരു ഡിസൈനിൽ തന്നെ 300 പീസ് ഒന്നും എടുക്കേണ്ട ആവശ്യം അങ്ങനെ ചിലരൊക്കെ സ്റ്റോൺ വാഷ് അങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്, അല്ലാണ്ടുള്ള നമ്മൾ എടുക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുമ്പം അത് നല്ല ഡിസൈനാണെങ്കിൽ എടുക്കും. അപ്പോൾ അതുപോലെയൊക്കെ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ സ്റ്റോൺ വാഷൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, 320 എല്ലാം സാധനം സ്റ്റോക്ക് ഉണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസും ഡിസൈൻസും. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇനിയും കൂടുതൽ ഡിസൈൻസൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തി അടുത്ത വീഡിയോ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.